ഹലോ മക്കൾസ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലീഡിംഗ്. വെൽക്കം ബാക്ക് ടു ഹിന്ദി. മക്കളെ, +2 ഹിന്ദിയിൽ നമുക്ക് പഠിക്കാനുള്ള അഫീൽ എക്സാമിനേഷന് പഠിക്കാനും ഫൈനൽ എക്സാമിനേഷനും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ് മുർക്കി ഉർഫ് ബുലാക്കി. മുർക്കി അഥവാ ബുലാക്കി. ഉർഫ് എന്ന് പറഞ്ഞാൽ അഥവാ എന്നാണ്. മുർക്കി ഉർഫ് ബുലാക്കി, മുർക്കി അഥവാ ബുലാക്കി. അങ്ങനെയാണെങ്കിൽ മുർക്കി എന്നും ബുലാക്കി എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? മുർക്കി എന്നുള്ളതിന് ബുലാക്കി എന്നുള്ളതിന്റെ അർത്ഥം മൂക്കുത്തി എന്നാണ്. ഓക്കെ, ഇത് കഹാനിയാണ്. അമൃത പ്രീതമാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഈ കഥയുടെ സമ്മറി നമുക്കൊന്ന് നോക്കാം. അല്ലെ, മുർക്കി ഉർഫ് ബുലാക്കി അല്ലേ? നോക്കൂ, കഹാനി അമൃത പ്രീതമാണ്. നോക്കൂ, സാരാംശം നമുക്ക് നോക്കാം. അമൃത പ്രീതം കി നാരി സംവേദനയുക്ത് കഹാനി ഹെ. അമൃത പ്രീതമിന്റെ നാരി സംവേദനയുക്ത്, സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന കഥയാണ് മുർക്കി ഉർഫ് ബുലാക്കി. സ്ത്രീകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിതത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരുന്ന ആസ്പദമാക്കിയ ഒരു രചനയാണ് അമൃത പ്രീതമിന്റെ രചനയാണ് മുർക്കി ഉർഫ് ബുലാക്കി എന്നത്. മുർക്കി ഓർ ബുലാക്കി ഇസ് കഹാനിക്ക് നായികാത്തോ. മുർക്കി ഓർ ബുലാക്കി എന്നത്, മുർക്കി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ബുലാക്കി എന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ അർത്ഥം മുക്കുത്തി എന്നാണ്. കഹാനിക്ക് നായികാക്കു രജവന്തി ദ്വാര, കഥയിലെ നായിക രജവന്തി എന്ന് പറയുന്ന ആളാണ്. ദ്വാര പുക്കാരെ ഗയെ ഇക് നാം ഹെ. അതായത് കഥയിലെ മുർക്കി ഓർ ബുലാക്കി ഇസ് കഹാനിക്ക് നായികാക്കു. മുർക്കി ഓർ ബുലാക്കി എന്ന വിളി ഈ കഥയിലെ നായികയെ, ഒരു പെൺകുട്ടിയാണ് നായികയെ രജവന്തി ദ്വാര, ഈ കഥയിലെ മറ്റൊരു കഥാപാത്രമായ രജവന്തി വഴിയായിട്ട് പുക്കാരെ ഗയെ പ്യാരെ നാം ഹേ, വിളിക്കപ്പെട്ട ഒരു പ്രിയപ്പെട്ട പേരാണ്. അവളെ ഒറിജിനൽ പേരെന്താണെന്ന് സ്നേഹമായിട്ട് വിളിച്ച പേരാണ്, രജവന്തി വിളിക്കുന്ന പേരാണ്. മുർഗി ബച്പൻ കി അവസ്ഥാമേ. മുർഗി കുട്ടിക്കാല അവസ്ഥയിൽ രജവന്തിക്ക് ഗർമ്മയായി. രജവന്തിയുടെ വീട്ടിലേക്ക് കുട്ടിയായപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. ഉസ്കി മാ മർഗൈ. എന്തുകൊണ്ട്? വേറെ ഏതൊരു നാട്ടിലാണ് അവൾ ജനിച്ചത്. അവളുടെ അമ്മ മരിച്ചു പോയിരുന്നു. പിതാ ഗാവ് സെ ഉസെ ഈസ് ഗർമേലയായെ. ഈ വീട്ടിൽ ജോലിക്ക് വരുന്ന ആളായിരുന്നു അവളുടെ പിതാവ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാര്യ നാട്ടിൽ മരണപ്പെട്ടപ്പോൾ മകളെയും കൂടി ഇവിടെ കൊണ്ടുവന്ന് ആക്കി. എന്നിട്ടോ യഹീം പർ പലി. അങ്ങനെ അവൾ ഇവിടെയാണ് വളർന്നത്. ഓർ യഹാം കി മാം കോ, ഇവിടത്തെ രജവന്തി എന്ന് പറയുന്ന സ്ത്രീയെ മാം പുക്കാർത്തിരി, അവൾ അമ്മ എന്ന് വിളിക്കാൻ തുടങ്ങി. ചോട്ടാ ബച്ച കുമാർക്ക. ആ വീട്ടിൽ രജവന്തിക്ക് ഒരു മകനുണ്ട്, കുമാറിനെ. ദേഖ്ബാൽ വ കർത്തിരി, അതിനെ നോക്കൽ ഈ കുഞ്ഞിന്റെ പണിയായി, ഈ നമ്മളെ മുർക്കിയുടെ ജോലിയായി, അല്ലെങ്കിൽ ബുലാക്കിയുടെ ജോലിയായി. ബുലാക്കി യുവതി ബൻഗൈ. അങ്ങനെ കുറെ വർഷങ്ങൾ കഴിഞ്ഞ് ബുലാക്കി യുവതിയായി മാറി. പിതാ പൈസയ്ക്ക് ലാലിച്ചുമേ. അപ്പോ അവളുടെ പിതാവ് പണത്തോടുള്ള ലാലിച്ചിൽ, അത്യാഗ്രഹത്തിൽ ഏക്ക് കുരൂപ് വർക്കോ, ഒരു യാതൊരു രൂപസൗന്ദര്യമില്ലാത്ത കുരൂപ് ഭീകര രൂപമുള്ള വരനെ ഗാവ് സെ ടൂണ്ട്കർലായ, ഗ്രാമത്തിൽ നിന്ന് അന്വേഷിച്ചു കൊണ്ടുവന്നു. എന്നിട്ടോ ജിസ്കി പഹലി പത്നി മർ ചുക്കിരി. ആ വന്ന മനുഷ്യന്റെ ആദ്യ ഭാര്യ മരണപ്പെട്ടു പോയതാണ്. ഒരു രൂപസൗന്ദര്യമില്ല, പക്ഷെ കണ്ടമാനം ക്യാഷ് ഉണ്ട്. ആദ്യ ഭാര്യ മരണപ്പെട്ടു പോയി. അയാളെയാണ് ഈ മകളെ കെട്ടിക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. മുർക്കി ഖൂബ്സുരത്തി. പക്ഷേ മുർക്കി ആവട്ടെ അതീവ സുന്ദരിയായ മോളാണ്. മുർക്കിക്കോ വർ ബിൽക്കുൽ പസന്ത് നിഹിയായ. പക്ഷെ അച്ഛൻ കൊണ്ടുവന്ന വരനെ മുർക്കിക്ക് തീരെ ഇഷ്ടമായില്ല. വ ഷഹർ കി, അവൾ പട്ടണത്തിലെ ദുക്കാൻമേ കാം കർണേവാല, പട്ടണത്തിൽ കടയിൽ ജോലി ചെയ്യുന്ന ദുക്കാൻമേ കാം കർണേവാല, പട്ടണത്തിലെ കടയിൽ ജോലി ചെയ്യുന്ന ഏക് ലഡ്കെ കെ സാത്ത് ഭാഗിയെ. അപ്പൻ ആ പ്രായം ചെന്ന കുരൂപനായ മനുഷ്യന്റെ കൂടെ കെട്ടിച്ചൂടില്ലോ എന്നുള്ള ഭയന്നുകൊണ്ട് ഈ പട്ടണത്തിൽ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ പയ്യന്റെ കൂടെ അവൾ നാട് വിട്ടോടിപ്പോയി. ലഡ്ക ഖൂബ്സുരത്ത. ആ പയ്യൻ നല്ല സുന്ദരനായിരുന്നു, നല്ല ജോഡിയാണ് ഇവർ രണ്ടുപേരും. പർവ ചലീത. അവൻ കാണാൻ സുന്ദരനാണ്, പക്ഷെ അവന്റെ ഉള്ളിൽ ഭയങ്കരമായ ചതി നിറച്ചവനായിരുന്നു. ഉസ്നെ മുർഗിക്ക് സാരെ ഗഹനെ ബേച്ച്കർ ഗർഭനായ. കുറെ കാലം കൊണ്ട് അവൻ മുർഗിയുടെ സമ്പത്ത് മുഴുവൻ, അവളുടെ ആഭരണങ്ങളെല്ലാം, ഈ രജവന്തിയുടെ വീട്ടിൽ നിന്ന് കൊടുത്ത എല്ലാ ആഭരണങ്ങളൊക്കെ വിറ്റ് അവൻ വീടുണ്ടാക്കി. ഏക് ദിൻ ഷഹർമേ. എന്നിട്ട് അവളോട് പറഞ്ഞു, നമ്മളെ സിറ്റിയിൽ കുറച്ച് ദൂരെയുള്ള സിറ്റിയിൽ ഭയങ്കരമായ മേള നടക്കുന്നുണ്ട്, അതൊക്കെ ഭയങ്കരമാണെന്ന് പറഞ്ഞു. അപ്പൊ ഇവക്ക് ഭയങ്കരമായ കൊതിയായി. ഏക് ദിൻ ഷഹർമേ മേള ദിക്കാനെ ലാലിച്ചുമേ. മേള കാണിച്ചു കൊടുക്കുക എന്നുള്ള ദിക്കാനേക്ക് ലാലിച്ചുമേ, അതനുസരിച്ചുള്ള പ്രവർത്തനം പറഞ്ഞുകൊണ്ട് മുർഗിക്കോ ലേഗ് ചല, അവൻ മുർഗിയെ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അത് കേട്ടപ്പോൾ അവൾക്ക് ഭയങ്കരമായ കൊതി തോന്നി, ലാലിച്ചു തോന്നി, അങ്ങ് പോയി കാണണമെന്ന്. അവൾ പോയി. സോത്തു ഈ മുർഗിക്കോ. അങ്ങനെ പോയി ഒരു മേളയിൽ പങ്കെടുത്ത് അന്ന് അവിടെ താമസിച്ചുകൊണ്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സരായ്മേ ചോടുക്കർ, സത്രത്തിൽ, അതായത് ആളുകൾ യാത്ര വരികയും പോവുകയും ചെയ്യുന്ന സമയത്തുള്ള സത്രമാണല്ലോ, സത്രത്തിൽ ഭാര്യ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചോടുക്കർ ചലാകിയ, അവളെ അവിടെ ഉപേക്ഷിച്ച് അവൻ എങ്ങോട്ടോ നാട് വിട്ടുപോയി. വ കിസി ദൂസരി സ്ത്രീ സെ, അവനാവട്ടെ കിസി ദൂസരി സ്ത്രീ സെ, വേറെ ഏതോ ഒരു പെണ്ണുമായിട്ട് പ്യാർ കർത്തത,
സ്നേഹത്തിലും കൂടിയായിരുന്നു. ഓക്കെ, മുർഗി നിരാശോക്കർ, പാവം മുർഗി അവിടെ ഒരുപാട് അന്വേഷിച്ചു, എവിടേക്കോ അന്വേഷിച്ചു, തന്റെ ഭർത്താവിനെ കാണുന്നില്ല. മുർഗി നിരാശോക്കർ, അവസാനം മുർഗി നിരാശയായിട്ട് എങ്ങോട്ട് പോകും? മാം കെ പാസ് ലൗട്ടായി. ഈ രജവന്തി എന്ന് പറയുന്ന വളർത്തു വീട്ടിൽ, രജവന്തിയുടെ വീട്ടിൽ വേലയ്ക്ക് വന്ന വീട്ടിലേക്ക് അവസാനം മുർഗി തിരിച്ചു വന്നു. ഉൻകാ ദുഃഖ് സുൻകർ, അവളുടെ കഥ മുഴുവനും കേട്ടിട്ട് രജവന്തിനെ ഉസേ വഹി ജഗതിയ, കല്യാണം കഴിപ്പിച്ച് വിട്ട പെണ്ണാണ് എങ്കിലും നീ ഇവിടെ തന്നെ താമസിച്ചോ വീണ്ടും എന്ന് പറഞ്ഞു. ഓർ ഗർക്കെ ചാബി ഉസേ ദി, വീട്ടിൽ ചാവി എടുത്തിട്ട് അവർക്ക് കൊടുത്തു. കുമാർ ബഡാ ഹുവ, അവിടെ ഈ മുറുകി വളർത്തിയ കുമാർ വളരെ കുറെ കാലം കഴിഞ്ഞ് വളർന്ന് വലുതായി. കുമാർ ബഡാ ഹുവ തോ ഉസ്സേ ബി വജൻ കരായ, വലുതാവുമ്പോൾ അവനോട് ഇങ്ങനെ പറഞ്ഞു, എന്തെന്ന് കി എന്തെന്നാൽ ചാബി കബി മുർഗി സെ നെഹി ചീനെ, ഈ ഞാൻ മരണപ്പെട്ടു പോയാലും ഈ മുർഗി കൊടുത്തിരിക്കുന്ന റൂമിന്റെ ചാബി ഒരു കാരണവശാലും നീ തട്ടിപ്പറിച്ചെടുക്കരുത്. അപ്പൊ മുർഗി മർഗി അങ്ങനെ പറഞ്ഞു കുറെ കാലം ജീവിച്ചു. കഥയുടെ അവസാനം ആകുമ്പോഴേക്ക് മുർഗി മരണപ്പെട്ടു. അബു മുർഗി മർഗി, മുർഗി മരണപ്പെട്ടു. ചാബി ഉസ്കെ ചമടേസെ ലഗി ഹുയി, അവളെ ബോഡിയിൽ അവളെ ശവശരീരത്തിൽ അവളെ അരഭാഗത്ത് അവൾ എടുത്തിരിക്കുന്ന വസ്ത്രത്തോട് കെട്ടിക്കെട്ടിയിരിക്കുന്നു അവളുടെ റൂമിന്റെ ചാവി. കുമാർക്കോ ഉസ്കി ദുഃഖഭരി ജീവൻ കഥ, ആ സമയത്താണ് അവളുടെ ജീവിതത്തിലുള്ള എല്ലാ കഥകളും സ്വന്തം മകനോട് ആ രജവന്തി പറഞ്ഞു കൊടുക്കുന്നത്. കുമാർക്കോ ഉസ്കി ദുഃഖഭരി ജീവൻ കഥ, അവളുടെ ദുഃഖം നിറഞ്ഞ ജീവിത കഥ സുൻകർ കേട്ടിട്ട് പുരുഷോം പർ ക്രോധായ, ആ കുമാർ എന്ന് പറയുന്ന ആൺകുട്ടിക്ക് പുരുഷവർഗത്തോട് തന്നെ വെറുപ്പ് തോന്നും ഈ പെൺകുട്ടി ഇങ്ങനെ ചെയ്തതിൽ. അങ്ങനെയാണ് നമ്മളെ കഥ അവസാനിക്കുന്നത്. ഈ കഥയിൽ നമുക്ക് വരാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, രജവന്തി നോക്കൂ, രജവന്തിക്ക് ചരിത്രപ്പെട്ട ടിപ്പണിലേക്ക് ഈ കഥയിലെ മുർഗിയെ നോക്കുന്ന രജവന്തിയെ കുറിച്ചുള്ള ക്യാരക്ടർ സ്കെച്ച് ഇതാണ് നമ്മളോട് ചോദിക്കും. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നോക്ക്, ഇങ്ങനെയാണ്. രജവന്തി ഗർക്കി മാലിക്കിന്തി, വീടിന്റെ ഹൗസ് ഓണർ ആണ് ആര്? രജവന്തി. രജവന്തി ഗർക്കി മാലിക്കിന്തി അല്ലേ, മാലിക്കിനാണ്. മാലിക്കിൻ എന്ന് പറയാൻ കാരണം സ്ത്രീ ആയതുകൊണ്ടാണ്. മാലിക് പുരുഷനാണെങ്കിൽ മാലിക്, സ്ത്രീ ആണെങ്കിൽ മാലിക്കിൻ. വ മുർഗിക്കോ ഏക് നൗക്കരാനിക്ക് രൂപേനഹി, അവർ തന്റെ മുർഗിയെ, വീട്ടിലുള്ള വേലക്കാരിയായ മുർഗിയെ നൗക്കരാനിക്ക് രൂപേനഹി, വേലക്കാരി എന്ന പോലെ അല്ല, ബൽക്കി നേരെ മറിച്ച് ഏക് ബേട്ടിക്ക് രൂപേൻ ദേഖ്തി, ഒരു മകളെ പോലെയാണ് നോക്കിയത്. അപ്പനെ ബേട്ട, തന്റെ മകനായ അപ്പനെ ബേട്ടാക്ക ദേഖ്ഭാൽ കർണേക്കിലി, തന്റെ മകനെ നോക്കാൻ വേണ്ടിയിട്ട് ആയി മുർഗീസെ വന്നിട്ടുള്ള മുർഗിയോട് വ ബോത്ത് പ്യാർ കർത്തി ഹെ, അവർ വല്ലാതെ സ്നേഹം പ്രകടിപ്പിച്ചു. മകനെ നോക്കാൻ വന്ന ഈ സ്ത്രീയോട് മകളോട് എന്ന പോലെ സ്നേഹം കാണിച്ചു. പ്യാർ ഭരി ദോ നാം, സ്നേഹം കൊണ്ട് നിറഞ്ഞ രണ്ട് പേര്, മുർഗി ഓർ ബുലാക്കി, രണ്ടിന്റെയും അർത്ഥം കമ്മൽ എന്നാണ് വെച്ചു. ഓക്കെ, പുക്കാർത്തേതെ വിളിക്കുന്നു. മുർഗി ക ഭവിഷ്യക്കെ ബാരേമേ, മുർഗിയുടെ ഭാവി കാലത്തെ കുറിച്ച് ഉസേ ചിന്താതി, അവർക്ക് നമ്മുടെ രജവന്തി സ്ത്രീക്ക് ഭയങ്കര ചിന്തയായിരുന്നു, എങ്ങനെ കെട്ടിക്കണം, അവിടെ കുക്കാൻ നല്ല ഐശ്വര്യം വേണമെന്നുള്ള ജീവിതം വേണമെന്നൊക്കെയുള്ള ചിന്ത ഉണ്ടായിരുന്നു. രജവന്തി ദയാലു ബീരി, രജവന്തി ആട്ടെ വളരെ ദയാലു ആയ സ്ത്രീയും കൂടിയാണ്. ദൂസരോക്കെ പ്രതി സഹാനുഭൂതി ദിക്തി ഹേവ, എപ്പോഴും മറ്റുള്ളവരോട് സഹാനുഭൂതി വെക്കുന്ന ആളാണ് രജവന്തി. മുർഗി കേലിയെ, അതുകൊണ്ട് തന്നെ മുർഗിക്ക് വേണ്ടി അപ്പനെ ബേട്ടേസെ ബി വാദ കർത്തിയെ, അവസാനം തന്റെ മകനോട് പോലും വാക്ക് കൊടുക്കുന്നു. കി രജവന്തി അവളെ ഇവിടുന്ന് പുറത്തോടെ എടുക്കുന്നു. രജവന്തി ഏക്ക് സകാരാത്മക്, രജവന്തി ഒരു സകാരാത്മക് എന്ന വാക്കിന്റെ അർത്ഥം പോസിറ്റീവ് പാത്രയ, എപ്പോഴും പോസിറ്റീവായുള്ള കാഴ്ചപ്പാടോടി ചിന്തിക്കുന്ന സ്ത്രീയാണ്. ദൂസരോക്കോ ഏക്ക് അച്ഛ നമൂനഹെ, മറ്റുള്ളവർക്ക് അവർ രജവന്തി ഒരു നല്ല മാതൃകയാണ്. ഈ കഥയിലെ പ്രധാനമായിട്ട് മുർഗിയെ നോക്കുന്ന സ്ത്രീയാണ് രജവന്തി. ഓക്കെ, യെസ്. മുർഗി ആവട്ടെ ഇവിടെ വന്നത് എന്തിനാണ്? രജവന്തിയുടെ മകനെ നോക്കാൻ വേണ്ടിയിട്ടുമാണ്. അവസാനം വരെ അഭയവും അത്താണിയുമായത് മുർഗിക്ക് ഈ രജവന്തി എന്ന സ്ത്രീയാണ്. അവർ വളരെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന സ്ത്രീയും കൂടിയാണ്. ഇതാണ് നമ്മൾ ക്യാരക്ടർ സ്കെച്ച് അവരോട് പറ്റി രജവന്തിയെ കുറിച്ച് ചോദിച്ചാൽ ഇതുണ്ട്. ഇനി ഈ പാഠത്തിൽ വരാവുന്ന മറ്റൊരു ചോദ്യം 6 മാർക്കിന്റെ വാർത്താലാഭാണ്. അതെന്താണ് ചോദ്യം? നോക്കൂ, പ്രധാനപ്പെട്ട ചോദ്യമാണ്. മുർഗി വാപ്പസ് ആനേപ്പർ, അതായത് പട്ടണത്തിലെ പയ്യന്റെ കൂടെ പോയി ഒളിച്ചോടി പോയി വിവാഹം കഴിച്ച് കുറെ കാലം ജീവിച്ചുകൊടുക്കുമ്പോഴാണ് ആ പയ്യൻ ഈ മുർഗിയെ ചതിക്കുന്നത്, ആഭരണങ്ങളൊക്കെ എടുത്ത് വീടുണ്ടാക്കി ഉപേക്ഷിച്ച് പോകുന്നത്. മുർഗി വാപ്പസ് ആനേപ്പർ, അവസാനം മുർഗി തിരിച്ചെത്തി. മുർഗി ഓർ രജവന്തി കെ ബീച്ചിക്ക, ആ സമയത്ത് മുർഗിയുടെ രജവന്തിയുടെ ഇടയിലുള്ള വാർത്താലാപ് തയ്യാറാക്കി കോൺവെർസേഷൻ തയ്യാറാക്കാൻ. അങ്ങനെ ചോദിച്ചാൽ നമുക്ക് എങ്ങനെ ഇതാ, രജവന്തി വന്നിട്ട് പറയാ രീ മുർഗി. മുർഗി വന്ന് വീട്ടിൽ കോളിംഗ് ബെൽ അടിച്ച്, അപ്പോ വാതിൽ തുറന്ന് നോക്കുമ്പോൾ കല്യാണം കഴിച്ച് അല്ലെങ്കിൽ ഒരു പയ്യന്റെ കൂടെ പോയിട്ടുള്ള മുർഗിയാണ് രജവന്തി കാണുന്നത്. അപ്പൊ രജവന്തി പറയാണ്, രീ മുർഗി ക്യാ ഗയി തുച്ചി,
ഇടി എന്ത് പറ്റി നിനക്ക്? അവർ ആകെ അസ്വസ്ഥമായി സങ്കടപ്പെട്ട് കരഞ്ഞു വീട്ടിൽ വന്നിക്കുക. അപ്പം മുർഗി, മാം, അമ്മേ, മുച്ചെ ദോക്കാ ഖാനാപ്പെടാം, എനിക്ക് ചതിയിൽ അകപ്പെടേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ എന്നെ ചതിച്ചു. രജവന്തി, ബാധത്തോ പതാവോ, നീ ഡയറക്റ്റ് കാര്യം പറ. അപ്പം മുർഗി പറയാണ്, വയലെടുക്കാ ദോക്കാ ബാധ്യത, ഞാനൊരുത്തന്റെ കൂടെ പോയില്ലായിരുന്നു, അവൻ ചതിയനായിരുന്നു, ദോക്കാ ബാധ്യത ചതിയനായിരുന്നു. മേരാ സബ് കുച്ച് ചീൻകർ, എന്റേതെല്ലാം കവർന്നെടുത്തിട്ട് മുച്ചെ ചോർദിയ, എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞവൻ. അപ്പൊ രജവന്തി, കൈസേ, എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പൊ മുർഗി വിശദീകരിച്ചു, മേരെ ആഭൂഷൺ സെ ഗർഭനായ, എന്റെ ആഭരണങ്ങൾ കൊണ്ടൊക്കെ അവൻ വീടുണ്ടാക്കി. അബു ഉസ്കി നസർ, ഇപ്പോൾ അവന്റെ കണ്ണ് ദൂസരിയെ കൗരത്ത് പറയും, മറ്റൊരു പെണ്ണിലാണ്. മേളേമേ ലേ ജാക്കർ, മേളയ്ക്ക് കൊണ്ടുപോയിട്ട് മുച്ചെ വഹാം ചോർദിയ, എന്നെ അവിടെ ഉപേക്ഷിച്ചു. രജവന്തി, രോമത്ത് ബേട്ടി, നീ ടെൻഷൻ അടിക്കണ്ട മോളെ, തൂ ഇതർ റഹ്, നീ ഇവിടെ താമസിച്ചോ. മേ ഹൂ തേരെ സാത്ത്, ഞാനുണ്ട് നിന്റെ കൂടെ. അപ്പൊ മുർഗി പറയാ, ധന്യവാദം അമ്മ, താങ്ക് യു അമ്മേ. അബ് മേരാ ശേഷ് ജീവൻ യഹി പർ ഹേ, ഇനി എൻ്റെ ഇഷ്ടകാല ജീവിതം യഹി പർ ഹേ, ഇവിടെ മാത്രമായിരിക്കുമെന്ന് അവൾ പറയുന്നു. ഇതാണ് 6 മാർക്കിന് ചോദിക്കുന്ന രജവന്തിയും അതുപോലെ തന്നെ മുർഗിയും തമ്മിൽ അവസാനമായി സംസാരിക്കുന്ന കോൺവെർസേഷൻ ചോദിച്ചാൽ എഴുതേണ്ടത്. ഇനി അടുത്ത് മുർഗി വാപ്പസ് ആനെ പർ മുർഗിക്ക് ആത്മകഥാംശ ലേഖൻ. മുർഗി ലാസ്റ്റ് തിരിച്ചെത്തിയതിനു ശേഷം മുർഗിയുടെ ഒരു ആത്മകഥാംശ ലേഖൻ ചോദിച്ചാൽ എഴുതേണ്ടത്, അല്ലെങ്കിൽ മുർഗിയുടെ ഡയറി ചോദിച്ചാൽ എഴുതേണ്ടത്, അല്ലെങ്കിൽ മുർഗിയുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചാലും എഴുതാൻ നമുക്ക് ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരമാകുന്ന ഒരു ഉത്തരമാണ് പറയുന്നത്. കേട്ടോളൂ എന്താണ്. ഹേ ഈശ്വർ, അബ് മേരാ ശേഷ് ജീവൻ യഹി പർ ഹേ, ഇനി എൻ്റെ ശിഷ്ടകാല ജീവിതം ഇവിടെയാണ്. മുച്ചേ രജവന്തി മാംനെ, എന്നെ രജവന്തി മാം ആശ്രയ ദിയ, എനിക്ക് ആശ്രയം നൽകി. പൂരി ജിന്ദഗി യഹാം രഹനേക്ക് അനുമതി ദി, ജീവിതകാലം മുഴുവൻ ഇവിടെ കഴിഞ്ഞുകൊള്ളാൻ, പൂരി ജിന്ദഗി, ജീവിതം മുഴുവൻ, യഹാ രഹനേക്ക്, ഇവിടെ താമസിച്ചുകൊള്ളാൻ അനുമതി തന്നു. അബ് മുച്ചേ പുരുഷോം സെ നഫറത്ത് ഹേ, ഇപ്പൊ എനിക്ക് പുരുഷവർഗത്തോട് തന്നെ നഫറത്താണ്, വെറുപ്പാണ്. മാംനെ മുച്ചേ ഏക്ക് കോട്ടരി ദി, മാംനെ അമ്മച്ചി മുച്ചേ എനിക്ക് ഒരു കോട്ടരി ദി, ഒരു മുറി തന്നെ ഇവിടെ തന്നു. ചാബി ദേക്കർ കഹാദ, താക്കോൽ എന്ന് പറഞ്ഞു. കി എന്നാൽ മേരെ ജീത്തെ ജി, മോളെ ഞാൻ ജീവിച്ചിരിക്കെ, കോയി ഈസ് കോട്ടരീസെ, ആര് തന്നെ ഈ റൂമിൽ നിന്ന് നെഹി നിക്കാലേക, നിന്നെ മാറ്റുകയില്ല. കുമാർ ബഡാഹോക്കർ, ഇനി എന്റെ മകൻ കുമാർ വലുതായാൽ ഐസ നെഹി കരേക, അവനും അങ്ങനെ ചെയ്യില്ല. മാംനെ ബേട്ടേസെ ഐസ വാദ ബി കർവായ, കൂടാതെ അമ്മ ആ പയ്യനെ കൊണ്ട് ഇങ്ങനെ വാക്ക് തിരിക്കുകയും ചെയ്തു. അബ് മുച്ചേ കിസി കി പർവാഹി നെഹിയെ, അതുകൊണ്ട് തന്നെ മകനെ കൊടും ഇവിടെ ഇറക്കി വിടരുത് എന്ന് വാക്കും കൊടുപ്പിച്ചതുകൊണ്ട് അബ് മുച്ചേ, ഇപ്പോൾ എനിക്ക് കിസി കി പർവാഹി നെഹി, ഒരു പ്രശ്നവുമില്ല. ക്യോങ്കി മാം തോ മേരെ സാത്ത് ഹേ, എന്തുകൊണ്ടെന്നാൽ അമ്മ എൻ്റെ കൂടെയുണ്ട്. അമ്മയുടെ കൂടെ കുഞ്ഞ് നിൽക്കുമ്പോൾ കുഞ്ഞിനെന്ത് ഭയപ്പെടാനാണ്? അതുകൊണ്ട് എന്നെയൊക്കെ ഇനി അമ്മ നോക്കിക്കോളൂ. ആ ലോകത്തെ ഏറ്റവും സുരക്ഷിതമായത് അമ്മയുടെ മടിത്തട്ടാണ് ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം. അപ്പം അതുകൊണ്ട് ഞാൻ അത്രമാണ് എത്തിയിരിക്കുന്നത്, അതുകൊണ്ട് എനിക്കൊന്നും പേടിക്കേണ്ടതില്ല എന്ന് നമ്മുടെ മുർഗി ചിന്തിക്കുന്നു. ഇതാണ് ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനമായ മറ്റു ക്വസ്റ്റ്യൻ ആൻസറുകൾ. ഓക്കെ, അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങളായിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.